ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ VK. 2025-26 അധ്യയന വർഷത്തിൽ ആദ്യം നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ അല്ലെങ്കിൽ ഓണം എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണം എക്സാമിനേഷനിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം പലരെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ചിലർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കില്ല. അപ്പം ഈ പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി പഠിച്ചു തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് എന്താക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ വരുന്ന ഓണം എക്സാമിനേഷനിലേക്ക് +2 ബിസിനസ് സ്റ്റഡീസിൽ എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, ആ ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്തെല്ലാമാണ്, ആ ടോപ്പിക്കുകളിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒറ്റ കാര്യം മാത്രമേ മക്കളോട് പറയാനുള്ളൂ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് അല്ലെങ്കിൽ ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ വരുന്ന ഓണം എക്സാമിനേഷനിലേക്ക് +2 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് എൻവിറോൺമെന്റ്, നാലാമത്തെ ചാപ്റ്റർ പ്ലാനിംഗ്, അഞ്ചാമത്തെ ചാപ്റ്റർ ഓർഗനൈസിങ്. ഈ 5 ചാപ്റ്റർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 3 ചാപ്റ്ററാണ് വലിയ ചാപ്റ്ററുകളായിട്ട് കിടക്കുന്നത്. ഏതൊക്കെയാണ് 3 വലിയ ചാപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗനൈസിങ് വലിയ ചാപ്റ്റർ ആണ് അല്ലെ, കുറേ അധികം കണ്ടന്റുകൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വലിയ ചാപ്റ്റർ ആണ് അല്ലെ, 2 പ്രിൻസിപ്പിൾസ്, ഒരു ടെക്നിക്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററും കമ്പാരിറ്റീവ്ലി വലിയ ചാപ്റ്റർ എന്ന കാറ്റഗറി നമുക്ക് പറയാവുന്നതാണ്. സോ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് വലിയ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. പ്ലാനിങ്ങും അതേപോലെ തന്നെ ബിസിനസ് എൻവയോൺമെന്റും കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, ടോപ്പിക്കുകൾ വളരെ കുറവാണ്. സോ 3 ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തുടങ്ങുക, വലിയ ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തുടങ്ങുക. അപ്പം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഏതൊക്കെയാണ്, ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് എന്താണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെന്റ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, ഇതെല്ലാം നമ്മൾ മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്താണ് പഠിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ സിമ്പിൾ ആണ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്. POS-DC എന്ന കോഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ പഠിക്കുന്നത് നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് സ്വഭാവം എന്താണ്, ആർട്ടാണോ പ്രൊഫഷൻ ആണോ എന്നുള്ള സയൻസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക് ആണ്, ദാറ്റ് ഈസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റും കോർഡിനേഷനും. ഈ 2 ടോപ്പിക്കും എന്താണ്, മസ്റ്റ് സ്റ്റഡി ടോപ്പിക് ആണ്. എന്താണ്, മസ്റ്റ് സ്റ്റഡി ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ട്, സാർ എന്തുകൊണ്ടാണ് മസ്റ്റ് സ്റ്റഡി ടോപ്പിക് എന്ന് പറയുന്നത് കാരണം. സോ ഇവിടെയാണ് ആ കാര്യമുള്ളത്. കാരണം പ്രീവിയസ് ഇയറിൽ ഈ 2 ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു ചോദ്യം പരിശോധിക്കാം. ഐഡന്റിഫൈ ദ പ്രോസസ് വിച്ച് മാനേജർ സിങ്ക്രണൈസസ് അല്ലെ, കൂട്ടിച്ചേർക്കുക, സിങ്ക്രണൈസ്, ബൈൻഡ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് സിങ്ക്രണൈസസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റീസിനെ സിങ്ക്രണൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ലെവൽസ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ഇതാ, മിസ്റ്റർ ജോജോ ഈസ് വർക്കിംഗ് ആസ് എ പ്രൊഡക്ഷൻ മാനേജർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ മാനേജർ ആരെന്ന് പറഞ്ഞാൽ ജോജോ എന്ന് പറയുന്നത്. അപ്പൊ ഏത് ലെവൽ ഓഫ് എംപ്ലോയി ആണ് മിസ്റ്റർ ജോജോ എന്നാണ് ചോദ്യം അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസും എഴുതാൻ വേണ്ടി പറഞ്ഞു. നമുക്കറിയാം പ്രൊഡക്ഷൻ മാനേജർ ഒക്കെ വരുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ് അല്ലെ. അപ്പം ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഡിസ്കസ് 5 മേജർ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക. POS-DC കോഡ് ഓർമ്മയുണ്ടല്ലോ അല്ലെ, POS-DC എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റും പഠിക്കാം. അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്താക്കുക, ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 2 ടൈപ്പ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ടെക്നിക്സും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അതിനാണ് എന്താണ്, ടൈലറുടെ പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ ടെക്നിക്സും. അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഹെൻറി ഫോയിലിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഡാഡ് UC USSR OIC എന്ന കോഡൊക്കെ നമ്മൾ പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ആ ലൈവ് കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ലൈവ് കാണുക. അതായത് 1 ഷോട്ട് റിവിഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സെറ്റാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്കുകളാണ് ഈ ഒരു ചാപ്റ്റേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റേഴ്സിന് വന്ന ചോദ്യങ്ങൾ നമുക്ക് എടുത്ത് പരിശോധിക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ്. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്? സയൻസിലെ മെത്തേഡും ടെക്നിക്സും ഒക്കെ മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രൊപ്പൗണ്ടഡ് ബൈ FW ടൈലർ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ് സയന്റിഫിക് ടെക്നിക്സ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്തതാണ് നമ്മുടെ
briefly explain any 8 principles of management given by Henry Fayol. Henry Fayol given ചെയ്തിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 8 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. സെറ്റാണ്. സോ ഇതേപോലത്തെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടാതെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 1 മാർക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എസ്പിരിറ്റ് ഡി കോപ്സ് എന്താണ്, അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ വെരി സ്മോൾ ചാപ്റ്റർ ആണ് അല്ലെ, ചെറിയ ചാപ്റ്റർ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ചെറിയ കണ്ടന്റുകളല്ലോ. ഈ ചാപ്റ്ററിൽ ഒറ്റ ടോപ്പിക് മാത്രം നിങ്ങൾ മസ്റ്റ് സ്റ്റഡി ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. സ്ഥിരമായിട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സോ എന്താണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് എടുത്ത് പരിശോധിക്കാം. ഒന്ന് ഒരു 5 മാർക്കിന് മുൻ വർഷത്ത് ചോദിച്ചുള്ള ഒരു ചോദ്യമാണ് അല്ലെ, ഷോർട്ട് എസ്സേ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതെന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയും കൂടി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തൊട്ട് താഴെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സാറ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നെങ്കിൽ ഷോർട്ട് എസ്സേ ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഉറപ്പായിട്ടും ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ട മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് കേട്ടോ. ഇനി നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എടുത്ത് പരിശോധിക്കാം. ദാറ്റ് ഈസ് പ്ലാനിംഗ്. ഇതും കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്റർ ആണ് അല്ലെ. എന്താണ് പ്ലാനിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പോൾ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന ചാപ്റ്ററിൽ ഏതാണ് പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാനുമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഉറപ്പായിട്ട് പഠിച്ചു വെക്കേണ്ടത് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സും അല്ലെങ്കിൽ പ്രോസസ്സും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാൻ, സിംഗിൾ യൂസ് പ്ലാൻ, സ്റ്റാൻഡിംഗ് പ്ലാൻസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ആ കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സാർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചോദ്യം അതാ ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് അല്ലെ. പ്ലാനിങ്ങിലെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണ്, പ്രോസസ് ഏതൊക്കെയാണെന്നുള്ള ചോദ്യങ്ങൾ പല തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഗിവ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എനി 5 ടൈപ്സ് ഓഫ് പ്ലാൻ. ഏതെങ്കിലും 5 ടൈപ്പ് പ്ലാനിനെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെയും എന്താക്കാം, ഒരു 5 മാർക്കിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒപ്പം തന്നെ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സും ടൈപ്സ് ഓഫ് പ്ലാനും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. ദാറ്റ് ഈസ് ഓർഗനൈസിംഗ്. വലിയ ചാപ്റ്ററാണ്. ഒരുപാട് ടോപ്പിക്കുകൾ ഇവിടെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് കൊടുത്ത് പഠിക്കുന്ന ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഫംഗ്ഷണലും ഡിവിഷണലും. ഇവർ തമ്മിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഒറ്റ പ്രൊഡക്റ്റ് ബേസിക്കലി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഫംഗ്ഷണൽ സ്ട്രക്ചർ സൂട്ടബിൾ ആവുള്ളൂ. അപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേമിനാണ് ഡിവിഷണൽ സ്ട്രക്ചർ സൂട്ടബിൾ ആവുക. ക്ലിയർ? അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ ഉറപ്പായിട്ടും ഉഷാറായിട്ടും പഠിച്ചു വെക്കണം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. സാർ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് എസ്സേക്ക് ചോദിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ നിങ്ങളുടെ സ്കൂളിൽ ഇടുന്ന ക്വസ്റ്റൻ പേപ്പറിൽ അനുസരിച്ചായിരിക്കും ചോദ്യങ്ങൾ വരിക. സോ എസ്സേക്ക് ചോദിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇനി അതേപോലെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കാണ് എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. ഡെലിഗേഷന്റെ 3 എലമെന്റ്സ് ഉണ്ട്, അതും പഠിച്ചു വെക്കുക. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എസ്സേ ക്വസ്റ്റൻ ആയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത ചോദ്യം വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. ഇതൊരു 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കേട്ടോ. 3 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ചോദ്യം എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗിലെ സ്റ്റെപ്സ് 4 സ്റ്റെപ്സ് ആണുള്ളത്. 4 സ്റ്റെപ്സ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വലിയ ചാപ്റ്ററാണ്, ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം സ്റ്റാർ ലിമിറ്റഡ് പ്രൊഡ്യൂസസ് 3 ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ്. കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ്. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ ചോദ്യം ഇതാണ്, ഗാർമെന്റ്സ്, മെഡിസിൻ, ഇങ്ങനെ 3 ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്റ്റാർ ലിമിറ്റഡ് കമ്പനി എന്തെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ചോദ്യം ഇതാണ്, സജസ്റ്റ് എ സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോർ സ്റ്റാർ ലിമിറ്റഡ്. സ്റ്റാർ ലിമിറ്റഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. അപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചറെ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, സ്ട്രക്ചറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വിച്ച് മീൻസ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വരയ്ക്കാൻ കൂടി പഠിച്ചേക്കണടാ. ഇനി അടുത്തത് സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്. അതിന്റെ 2 പ്രത്യേകതകളല്ല, ഗുണങ്ങളാണ് എഴുതേണ്ടത്. മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്നുള്ള ഹെഡിങ്ങിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ
ഉറപ്പായിട്ടും ഈ 5 ചാപ്റ്ററിലെ കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ ആ കണ്ടന്റുകളിൽ അല്ലെങ്കിൽ ആ ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുകളും ഈ ചോദ്യങ്ങളും വെച്ച് പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഉഷാറായിട്ട് തന്നെ ഈ വരുന്ന ഓണം എക്സാമിലേക്ക് നമ്മൾ സ്കോർ ചെയ്യും. സോ സീ യു ഗൈസ്. താങ്ക് യു.